ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയണം. ആദ്യം സംസാരിച്ച എനിക്ക് ആരാന്ന് എനിക്കറിയില്ല, അധ്യാപക സംഘടനയുടെ CPI-യുടെ അധ്യാപക സംഘടനയായ AKSTU-വിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ OK ജയകൃഷ്ണനാണ് സംസാരിച്ചത്. OK ജയകൃഷ്ണനാണ് സംസാരിച്ചത്. അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ശരി ശരി ശ്രീ OK ജയകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ എന്താണ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ചതാണ്, ഒന്നോ രണ്ടോ അപവാദങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കുക അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്. ശ്രീ ജയകൃഷ്ണൻ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് ഇവിടുത്തെ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ നന്നാക്കുന്നതിന് മാത്രമല്ല എന്ന് താങ്കൾക്ക് അറിയാത്തതല്ലോ. താങ്കളുടെ മുമ്പ് പറഞ്ഞ മുന്നണി ബാധ്യതയുടെ ഭാഗമായിട്ടായിരിക്കും താങ്കൾ അത്തരത്തിലുള്ള ഒരു വളച്ചു തിരിച്ചുള്ള ഉത്തരം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയത് രാജ്യത്തെ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ നന്നാക്കാനോ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോ വേണ്ടി മാത്രമല്ല എന്ന് താങ്കൾക്ക് അറിയാത്തതല്ല. താങ്കൾ ദയവ് ചെയ്ത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാനിപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരിക്കുലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി, സിലബസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി, പുതിയ സ്കീമിങ്ങിനെ പറ്റി, കുട്ടികൾക്കുള്ള പുതിയ പഠന രീതികളെ പറ്റി ഒന്നും ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയം അപഹരിക്കാനില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്നാണ് താങ്കൾ പറഞ്ഞത്. അതും താങ്കൾക്ക് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. രാജ്യത്ത് ശരിയാണ് കുറെ സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാരിന്റെ സ്കൂൾ മെർജിംഗ് പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ സ്കൂളുകളിലേക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി നിലവിലുള്ള പ്രൈമറി സ്കൂളുകളെ പലതിനെയും സംയോജിപ്പിച്ച് ഒന്നാക്കി മാറ്റുന്ന ഒരു നടപടി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് സ്കൂളുകൾ പലതും അടച്ചുപൂട്ടിയിട്ടുള്ളത് എന്ന് താങ്കൾ അറിയില്ല എങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, രാജ്യത്ത് പ്രൈമറി സ്കൂളിൽ ചേർക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഇടിവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ആദ്യമായി വന്നത് രാജ്യത്തെ ബർത്ത് കൺട്രോളിൽ ഉണ്ടായിട്ടുള്ള ശിശു ജനന നിരക്കുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞു, ഞാൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയം പ്രിമിറ്റീവാണ് എന്നല്ല പറഞ്ഞത്, രാജ്യത്ത് നടപ്പാക്കിയ വിദ്യാഭ്യാസ നയത്തെ പറ്റിയാണ്. 86-ൽ മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു നയമാണ് നമുക്കുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ 86-ൽ ആ ഒരു നയം നടപ്പാക്കുന്ന കാലഘട്ടത്തിൽ രാജ്യം ഇതേപോലെ വികസിച്ചിട്ടില്ല, ലോകം ഇതേപോലെ വികസിച്ചിട്ടില്ല എന്ന് റെജി ലൂക്കോസിന് അറിയാത്തതാണോ? അന്ന് ആഗോളവത്കരണം സംഭവിച്ചിട്ടില്ല, കമ്പ്യൂട്ടർ ഇല്ല, ടെലികമ്മ്യൂണിക്കേഷൻ, ഞാൻ പറയുന്നില്ല കാര്യങ്ങളൊന്നും പറയുന്നില്ല, ലോകം വന്ന മാറ്റത്തെ പറ്റി താങ്കൾക്ക് അറിയാത്തതല്ല. പിന്നെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ മന്ത്രി പുഷ്പക വിമാനത്തെ പറ്റി സംസാരിച്ചപ്പോൾ താങ്കൾക്ക് എന്താ ഇത്ര പൊള്ളുന്നതിന് കാരണം എന്താ? റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു സങ്കല്പത്തെ പറ്റി, ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു കാര്യത്തെ പറ്റി ഈ രാജ്യത്തെ മന്ത്രിമാരെല്ലാം സംസാരിക്കേണ്ട എന്ന് താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചോളൂ, റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതായിക്കോട്ടെ. റൈറ്റ് സഹോദരന്മാരല്ല കണ്ടുപിടിച്ചത്, വേറെ ആരെങ്കിലും ആണെന്നല്ല പറഞ്ഞു. ഈ രാജ്യത്ത് വിമാനം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു സർ. വൈമാനിക പ്രകരണം അടക്കമുള്ള ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥങ്ങളിലുള്ള ഗവേഷണം നടക്കുന്നുണ്ട്. ഈ രാജ്യത്ത് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു എന്ന് കുട്ടികളോട്, പുതിയ തലമുറയോട് പറഞ്ഞു മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അവർക്ക് അവരുടെ റൂട്ടിനെ പറ്റി, അവരുടെ വേരുകളെ പറ്റി അഭിമാനബോധമുള്ള ഒരു തലമുറ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് റൈറ്റ് സഹോദരന്മാരുടെ കണ്ടെത്തലുകളെ പാടെ നിഷേധിച്ചുകൊണ്ട് ശാസ്ത്രവിരുദ്ധമായ നിലപാടുകളല്ല ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായി പലതും പറഞ്ഞുകൊള്ളൂ, നമുക്ക് നയപരമായി വേറെ തർക്കിക്കാം. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആശയപാപ്പരത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഇന്നലെ വരെ മസിൽ പിടിച്ചു നിന്ന ആൾക്കാർ എന്തിനാണ് നിങ്ങൾ യു ടേൺ എടുത്തത്? അതാ ഞാൻ പറഞ്ഞത്, വി ശിവൻകുട്ടി അല്ല, യു ടേൺ ശിവൻകുട്ടിയാണ്. യു ടേൺ കുട്ടി എന്നാണ് അദ്ദേഹത്തെ ഇപ്പൊ അറിയപ്പെടുന്നത്. ഈ യു ടേൺ കുട്ടി നടപ്പാക്കുന്നത് യു ടേൺ കുട്ടി മാത്രമല്ല. ശ്രീമതി വീണ ജോർജ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? കേരളത്തിലെ പ്രൈമറി ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആരോഗ്യ മന്ദിർ എന്ന് എഴുതി വെക്കില്ല, അതിന് വേറെ നാട് നോക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? ഇന്ന് കേരളത്തിന്റെ മുക്കിനും മൂലയിലും എഴുതി വെച്ചിട്ടില്ലേ സർ? അപ്പൊ നിങ്ങൾ പലപ്പോഴും പലവിധങ്ങളായ നയപരിപാടികളെ പറ്റിയും പലവിധങ്ങളായ സന്ദീപ് വേറെ രക്ഷയില്ല സന്ദീപ് അക്കാര്യത്തിൽ. കാരണം ഫണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഫണ്ട് തടയപ്പെടും. അല്ലെ സന്ദീപ് അത് ഇപ്പോഴാണ് തുറന്ന് സമ്മതിക്കുന്നതെങ്കിലും ആ ഫണ്ട് തടയപ്പെടുന്നതല്ല. അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റി കുറവാണ്, അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ട്. അല്ല റെജി ഒരു നിമിഷം അതെ, ഞാൻ അതിനെ പറ്റിയാ പറയാം. അത് സന്ദീപ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ആരുടെയും വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നതല്ല എന്ന്. തടഞ്ഞു വെച്ചതിനുള്ള കാരണം പറയാം. അല്ലല്ല
മഞ്ജുഷേ ഈ തടഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം. ഒരു ധവള ഇത് കേൾക്കൂ അദ്ദേഹം ഒരു ധവള പത്രം പുറത്തിറക്കട്ടെ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 5 വർഷം കേന്ദ്രത്തിൽ നിന്ന് വന്ന പണമെത്ര, കേരളം ചെലവഴിച്ച പണമെത്ര, ഒരു ധവള പത്രം, ഒരു വൈറ്റ് പേപ്പർ ആദ്യം പുറത്തിറക്കട്ടെ. അപ്പോൾ നമുക്കറിയാമല്ലോ എവിടെ തടഞ്ഞു വെച്ചു, ആര് തടഞ്ഞു വെച്ചു. ഇവരുടെ പ്രചരണമാണെന്ന് ഇത് എവിടെയാണ് തടഞ്ഞു വെച്ചത്? ഞാനതാ ചോദിച്ചത്. ഇത് ബജറ്റ് അലോക്കേറ്റഡ് ഫണ്ട് അല്ലല്ലോ PM ശ്രീക്കുള്ളത്, അത് വേറൊരു സ്കീമിനുള്ള പണമാണ്. ആ സ്കീമിനുള്ള പണം കിട്ടുന്നില്ല എങ്കിൽ ബജറ്റ് അലോക്കേഷൻ വരുന്ന വേറെ പണം കിട്ടണ്ടേ? ഓരോ സ്കീമുകളാണ്, ആ സ്കീമുകൾ നടപ്പാക്കി അതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായി ഫണ്ട് തടയപ്പെടും സുഹൃത്തെ. അല്ലാതെ നിങ്ങൾ പണ്ട് എന്താ പറഞ്ഞ ആകെ വായുവിൽ എഴുതി കൂട്ടുന്ന കണക്കുണ്ടല്ലോ, ആ കണക്ക് ഇപ്പൊ പോരാ. നിങ്ങൾ നടപ്പാക്കുന്ന ഓരോ പദ്ധതികളെ പറ്റിയും അതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതിന്റെ ഇവാലുവേഷൻ ഉണ്ടാകും, ഓരോ സ്റ്റേജിലും ഇവാലുവേഷൻ ഉണ്ടാകും. ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് കേന്ദ്ര സർക്കാർ പണം കൊടുത്തിട്ടില്ലേ? എത്രയോ പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ പണം കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടിയിട്ടുള്ള SSA പദ്ധതിയുടെ അടക്കമുള്ള പണം തടഞ്ഞു വെച്ചു എന്നുള്ളത് CPIന്റെ കള്ളപ്രചരണം മാത്രമാണ്. തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെയോ 11 വർഷത്തെയോ ഈ LDF വന്നതിന് ശേഷം കേന്ദ്രം എവിടൊക്കെയാണ് പണം തടഞ്ഞു വെച്ചത് എന്ന കണക്ക് പുറത്തൂടെ. വെറുതെ ശിവൻകുട്ടി ബ്ലാബ്ല അടിച്ചത് കൊണ്ട് കണക്കാവില്ലല്ലോ. കണക്ക് ഇങ്ങനെയാണ്. ഈ കണക്ക് പുറത്തുവിടാൻ സന്ദീപ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ